ഇവിടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ നടുക്ക് ഈ ഒരു നല്ലൊരു സ്പേസിൽ ആത്മബോധി യൂത്തിനെ എംപവർ ചെയ്യാനുള്ള ഒരു ഒരു ഓർഗനൈസേഷൻ, കപ്പൂച്ചിൻ്റെ ഒരു അച്ഛന്മാർ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ന് അതിനൊരു തുടക്കം ആരംഭിക്കുകയാണ്. അതിന് ഇപ്പം സാധാരണ ഇങ്ങനെ ഒരു യൂത്ത് എല്ലാവരും പരക്കെ പറയുന്നൊരു പരദൂഷണമുണ്ട്. നമ്മൾ യൂത്തിന് വലിയ യൂത്ത് ഓർഗനൈസേഷനോടൊന്നും വലിയ ഹരം ഉണ്ടാവില്ല എന്ന്. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ആങ്കറായിട്ടുള്ള കുട്ടിയുടെ പേരെന്തായിരുന്നു? ജോമരിയ പ്രയർ എത്തിക്കുമ്പം ഇവിടെ ഫ്രണ്ടിൽ ഇരുന്നിരുന്ന അച്ഛനാവാൻ പഠിക്കുന്നതാണോ? അല്ല, സാധാ ഒരു യൂത്താണ് അല്ലേ? ആ, വൈഫുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഏറ്റവും കാണാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ശ്രദ്ധിച്ചു, പാട്ട് പാടുമ്പം കണ്ണടച്ചല്ലേ പ്രാർത്ഥിച്ചു. സോ റൂട്ടഡ് എന്ന് പറയുന്ന പ്രേയറിൽ സോ റൂട്ടഡ് എന്ന് പറയുന്ന ഐ എം വെരി ഷുവർ പുള്ളിക്കാരൻ്റെ ലൈഫ് ഹാപ്പിനെസ് ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. ആണോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഭാര്യ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ചുമ്മാ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രെയർ ഇല്ലാത്ത എൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു, പ്രെയർ ഉള്ള എൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. പ്രെയർ ഇല്ലാത്തപ്പോൾ ആ പോയ വണ്ടി പോലെയായിരുന്നു എൻ്റെ പോക്ക്. നല്ല സൗണ്ടിൽ പോയി എവിടെയോ തട്ടിമുട്ടി നിന്ന്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പ്രെയർ എന്ന് പറയുന്നത്, ഇപ്പം ഈ ആത്മബോധി എന്ന് പറയുമ്പോൾ അതിൻ്റെ നിങ്ങൾ ലോഗോ ശ്രദ്ധിച്ചോ? ഇറ്റ്സ് ഭയങ്കര ഒരു മരം. ഇറ്റ്സ് റൂട്ടഡ്, ഗ്രൗണ്ടഡ് ആണ്, റൂട്ടഡ് ആണ്. നടുക്കിലൊരു കപ്പൂച്ചനച്ഛനുണ്ട്. അത് തന്നെയായിരിക്കാം ഇവരുടെ നിങ്ങൾ യൂത്തിലോട്ട് കൊടുക്കാൻ പോകുന്ന പ്രധാന മെസ്സേജും എന്ന് ഞാൻ കരുതുന്നു. ഏത് ഉയർച്ചയിൽ പോയാലും, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും, നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നേടിയെടുത്താലും, സ്റ്റേ ഗ്രൗണ്ടഡ്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രെയർ എന്ന് പറയുന്നത്. പ്രെയർ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്കിപ്പം എന്നെ വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് രണ്ടൊരു ട്രാൻസിഷൻ ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളൊക്കെ ഇനി ഒത്തിരി ഹൈറ്റ്സിലോട്ട് പോകാനുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഹൈറ്റ്സിലെത്തിയില്ലേ? ഈ സൈഡ് മൊത്തം. എന്തായാലും ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം എനിക്ക് ഇപ്പം നായകനിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ കയ്യിൽ കോഴിക്കറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടല്ലേ? കോഴിക്കറി താടയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഇന്ന് പോയിട്ടൊന്ന് റിവൈൻഡ് ചെയ്തെടുത്ത് ഇവിടെ ഒരു കയ്യിലൊരു കൊന്ത ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലൊരു കൊന്ത ഉണ്ടാവും. എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ കയ്യിലിട്ടതാണ്. പിന്നെ അത് ഞാൻ ഊരിയിട്ടില്ല. നായകനിലും എന്ത് സ്കിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, ഇപ്പം സ്കിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൊന്ത കാണിക്കാൻ, വേറെ ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും കൊന്ത കാണിക്കാൻ പറ്റാത്ത നമ്മൾ എവിടെയെങ്കിലൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കും ആ കൊന്ത. ആൻഡ് ഞാൻ പറയാം നിങ്ങൾക്ക്, ആ ഒരു നമ്മുടെ മൈൻഡിൻ്റെ നമ്മളുടെ കൂടെ ആ പവറുണ്ട്, അതായത് ആ ശക്തിയുണ്ട് എന്നുള്ളിടത്ത് എനിക്ക് ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ളതല്ല, നിങ്ങളെല്ലാവരും ആ നായകനിൽ ഒരു മുഖം ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ കൂട്ടത്തിൽ എൻ്റെ മുഖം ഉണ്ടാവും, എൻ്റെ പെർഫോമൻസസ് ഉണ്ടാവും, ഇല്ലേ? ആ പ്രെയറിൻ്റെ ശക്തിയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം. അത് കഴിഞ്ഞ് സിനിമകൾ കിട്ടാൻ തുടങ്ങി, പയ്യെ ആ ട്രാൻസിഷൻ മാറാൻ തുടങ്ങി. ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ ദൈവം എത്തിക്കുന്നുണ്ട്. എൻ്റെ പ്രെയറിൽ ഞാൻ ഗ്രൗണ്ടഡ് ആയിരുന്നു, എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ ചെറുതായിട്ടൊരു ട്രാക്ക് ഒന്ന് ഞാൻ മാറി. എൻ്റെ കഴിവാണ്, ദൈവം ഉണ്ടാവും, ഓക്കെ, പക്ഷെ എൻ്റെ കഴിവാണ്, ദൈവം ഉണ്ടോ, ഈ വക ചിന്തകളും കാര്യങ്ങളും അത് നമ്മൾ തന്നെയായിരിക്കും അല്ലേ നമ്മളുടെ ലൈഫ് ട്രാക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ആ ട്രാക്ക് മാറിയ മാറ്റം എന്ന് പറയുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. എന്നുവെച്ചാൽ ഒരു സെൽഫ്, എന്താ പറയാ, സുപ്പീരിയർ ഈഗോ എന്നൊക്കെ പറയില്ലേ, ഇത് ഞാൻ നേടിയെടുത്തതാ എന്ന് പറഞ്ഞെടുത്ത തൊട്ട് എൻ്റെ ലൈഫിൻ്റെ എന്താ പറയാ സ്റ്റെപ്പുകൾ താളം തെറ്റാൻ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു പശുക്കുണ്ട്, എന്തോ സംതിങ് ഞാൻ ഉദ്ദേശിച്ച പോലും നടക്കുന്നില്ല. എനിക്ക് സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ, അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാണ്, എൻ്റെ ഒരു സിനിമ ഹൗസ്ഫുൾ ആക്കിയത് നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ തിയേറ്ററിൽ പോകുന്നു ഫേസ് ഓഫ് ദ ഫേസ്ലെസ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്വീകാര്യത എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയും പോകുമ്പോഴും നിങ്ങൾക്കൊരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഇടവകക്കാരും എല്ലാവരും കൂടെ പോയി. ആൻഡ് അവിടെ നിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ അവാർഡും കൂടെ കിട്ടി, ലൈഫിൽ അവാർഡും കൂടെ കിട്ടിയപ്പോഴത്തേക്കിനും ഞാനൊന്നും അങ്ങോട്ട് നല്ലോണം തോന്നി. അത് ആരുടെ കൂടെയാ? മമ്മൂക്കാൻ്റെ കൂടെ. ദൈവമൊക്കെ പോയി.
ആൻഡ് ഞാൻ അവിടെ തൊട്ട് നിങ്ങൾക്ക് അറിയാം, രേഖ എന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് അധികം സിനിമകൾ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് എന്നെ ദൈവം പണിഷ് ചെയ്തു എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക, നമ്മളെ റൂട്ടഡ് ആയി വെക്കുക, നമുക്ക് കിട്ടുന്നതൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്നുള്ള ബോധം, ആ ബോധം നമ്മൾ മനസ്സിലുണ്ടാക്കുക. അതെപ്പം ഇല്ലാതെ പോകുന്നു, എല്ലാം നമ്മുടെ കഴിവായി മാറുന്നു. അവിടെ തൊട്ട് നമ്മുടെ ലൈഫിന്റെ താളം തെറ്റുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്, എന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോൾ എന്നെ ആലോചിക്കാം. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എവിടെയോ ട്രാക്ക് തെറ്റി ഈഗോ, അഹങ്കാരത്തിന്റെ ട്രാക്കിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ലൈഫിനെ റൂട്ടഡ് ആക്കി വെക്കുന്നത് ആ ഒരു എന്താ പറയാ, ആ ഒരു ഗേറ്റ് പവർ. അതിനുവേണ്ടി പ്രയർ. ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ലൈഫിൽ നല്ലതേ വരൂ. പേടിക്കാതിരിക്കുക. ഇപ്പോഴത്തെ പ്രത്യേകിച്ചും യൂത്തിന്റെ ഏറ്റവും വലിയ ടെൻഷനാണ്, ഞാൻ എവിടെ എത്തും, ഞാൻ എന്തെങ്കിലുമൊക്കെ ആവോ, ആ ടെൻഷനും ഇതെല്ലാം മാറ്റിവെക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ല 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 പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ റീച്ച് ദ റൈറ്റ് പ്ലേസ് എന്നുള്ളത് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പറയാണ്. വേറൊരു അടുത്തൊരു യുദ്ധം അറിയാലോ, ഡ്രഗ്സിന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ആൻഡ് അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേര് പറഞ്ഞു എൻ്റെ നിലപാടെന്ന്. അച്ഛൻ പറഞ്ഞതിലൊരു കാര്യമാണ്, നിലപാട് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം കിട്ടിയത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. നിലപാടെടുത്തതിനോട് ഒത്തിരി പേര് പറഞ്ഞു ഇനി എനിക്ക് സിനിമ കിട്ടൂല എന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഒന്ന് ഞാനും പതറി, ദൈവമേ കിട്ടാതെയാവോ എന്ന് ഞാനും പതറി. പക്ഷെ എനിക്കൊരു ഷേർട്ട് ഉണ്ടായിരുന്നു, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ തെറ്റിനെതിരെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊപ്പം എനിക്ക് തീരത്തില്ല, ഈ യാത്ര അവസാനിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് ദൈവഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെയും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് തന്നെ നാളെ എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം, പ്രത്യേകിച്ച് പ്രാർത്ഥന വേണം. കാരണം ഇപ്പം ന്യൂസിലൊക്കെ ഉണ്ടാവും, വരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാജി കൈലാസ് സാറിന്റെ മൂവിയിൽ ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോജു ചേട്ടനൊക്കെ അഭിനയിക്കുന്ന ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലോട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയതിനു ശേഷം ഒരു അപകടം വരാതിരിക്കാൻ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് സിനിമ, വിൻസ് ചേച്ചിക്ക് സിനിമ ഉണ്ടോ എന്നുള്ളതല്ലല്ലോ നിങ്ങളുടെ ഡെയിലി ചിന്ത ഉണ്ടാവുക. പക്ഷെ നമുക്കത് അറിയാൻ പറ്റും, എനിക്ക് സിനിമ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒത്തിരി പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്, ഒത്തിരി കോൺവെന്റ് സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്ന ഒത്തിരി ഹോസ്പിറ്റൽസിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവരോടൊക്കെ ഞാൻ പറയുന്ന പ്രാർത്ഥനയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സിനിമ കിട്ടണം. ഞാൻ എന്താ പറയുക, എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്കാണത്, എനിക്ക് സിനിമ കിട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഒരു ഇത്തിരി കൂടിപ്പോയോണ്ടാണോ എന്നറിയില്ല. അടുത്ത പടത്തിൽ ഞാൻ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, സിസ്റ്റർ റാണിമരിയെ പോലത്തെ ഒരു സിസ്റ്റർ അല്ല എങ്കിൽ പോലും അടുത്ത പടത്തിൽ ഞാനൊരു സിസ്റ്ററാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മബോധി എന്ന് പറയുന്ന ഈ ഒരു സംരംഭം, കപ്പൂച്ചിൻ അച്ഛന്മാരുടെ സംരംഭം, ഒത്തിരി യൂത്തിനെ ആകർഷിക്കുന്ന, അവരുടെ ലൈഫിൽ അവരുടെ വാല്യൂസിനെ സ്പിരിച്വൽ ആയിട്ട് അവരുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് എനിക്ക് കപ്പൂച്ചിൻ അച്ഛന്മാരെ ഞാൻ ഓർക്കുമ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ നമ്മുടെ ഇടവകയിൽ ഒരു 7 ദിവസത്തെ ഒരു ക്യാമ്പും കൗൺസിലിംഗ് ഒക്കെ പോലെ കപ്പൂച്ചിൻ അച്ഛന്മാർ വരും. ആ ചെറുപ്പത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് കടമറ്റത്ത് കത്തനാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ഇവരെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാ, എന്നെന്തോ തളയ്ക്കാൻ വരുന്ന ആരെയോ പോലെ എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ തോന്നും. പക്ഷേ ഇവരെന്താണെന്നറിയോ, ഇവർ നമ്മളോട് വന്നിട്ട്, വീട്ടിലൊക്കെ വന്നിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾക്ക് വേണ്ട പോലെ പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞിട്ട് ഇവര് എന്തെങ്കിലും അരി, പഞ്ചസാര എന്നൊക്കെ തരുമെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഞങ്ങളോട് ഈ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഒരു മെയിൻ ആള് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താ ഭിക്ഷ യാചിച്ച് കഴിക്കണം. അത് അവർക്ക് കൊടുത്തൊരു എന്താ പറയുക, ഒരു ദൗത്യം പോലെയായിരുന്നു, മിഷനറി പോലെയായിരുന്നു. നിങ്ങൾ വീടുകളിൽ ചെന്ന് ഭിക്ഷ ചോദിച്ച് അത് വെച്ചിട്ട് നിങ്ങൾ കഴിക്കണം എന്നുള്ളത് അങ്ങനൊരു ഉണ്ടായിരുന്നു.
അപ്പം അതേപോലെ ഞങ്ങളുടെ അവിടെ വന്നിട്ട്, ഞങ്ങളുടെ പൊന്നാനി ഇടവകയാണ്, പൊന്നാനി എന്നാണ് വരുന്നത്. അപ്പം അവിടെ വന്നിട്ട് ഇതുപോലെ വന്നപ്പോഴത്തേക്ക് എനിക്കെന്തോ പേടിയാ നിങ്ങളിത് കാണുമ്പോൾ ആ ചെറുപ്പത്തിൽ. പക്ഷെ നമ്മളോട് ഇടപഴകി അവർ പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അതെനിക്കറിയില്ല, ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം ആ എനർജിയിൽ ആത്മബോധി സെന്റർ ഓഫ് യൂത്തിൽ വരുന്ന ഓരോ യൂത്തിനെയും നല്ല വഴിക്ക്, അല്ലെങ്കിൽ നല്ല ഒരു സ്പിരിച്വലി റൂട്ടഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ അവർ നല്ല വാല്യൂസ്, മോറൽ ഉള്ള നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് മുന്നോട്ട് പോവാൻ ഇവരുടെ ഈ സംരംഭം വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒത്തിരി ഞാൻ ഇത്രയെല്ലാം പറഞ്ഞതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഈ ആത്മബോധി സെന്റർ ഓഫ് യൂത്ത് ഹബിന്റെ ഇനാഗുറേഷൻ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും വേണം. ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കും. പ്രത്യേകിച്ച് കപ്പുച്ചൻ അച്ഛന്മാരെ ഓർക്കും, എന്നെ വിളിച്ച വിപിനച്ഛനെ ഞാൻ ഓർക്കും, എല്ലാവരും ഓർക്കും. എനിക്ക് ഭക്ഷണം തന്ന ബോബിച്ചേട്ടനെയും ഫാമിലിനെയും ഞാൻ ഓർക്കും. സിസ്റ്റേഴ്സിനെ ആലോചിക്കും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്.